യുദ്ധം 16-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റിലൂടെ തന്നെ യുദ്ധം മുന്നോട്ട് പോകുന്നുണ്ട്. ഇറാൻ ഒരുക്കി വെച്ചിരുന്ന കെണിയിൽ അമേരിക്ക വീണിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാര്യം ഇത്രയും ദിവസത്തെ യുദ്ധത്തിന്റെ പോക്ക് കണ്ടിട്ട് നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ യുദ്ധം ഏത് രീതിയിൽ എത്തിച്ചേരും? കാരണം അമേരിക്ക തോറ്റു തുന്നം പാടാനുള്ള സാധ്യതയില്ലേ ഏതോ? അല്ല, അമേരിക്ക തോറ്റു തുന്നം പാടുന്നു എന്ന് പറയരുത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. ട്രംപ് മാത്രമേ അങ്ങനെ പറയുന്നു. ഇന്നലെ വൈകിട്ട് ട്രംപ് മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലിലുമൊക്കെ കുറെ കൂടി വികാരാധീനനായിരുന്നു. അതായത്, ഞാൻ തോറ്റിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്ത വഴികൾ ശരിയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ യുദ്ധ തീരുമാനം വളരെ കൃത്യമായിരുന്നു എന്നൊക്കെ ലോകത്തെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പാടുപെടുന്ന അങ്ങനെ ഒരു സമ്മർദ്ദം മുന്നിലുള്ള ഒരു ആളെ പോലെയാണ് ട്രംപ് ഇപ്പോൾ സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ. നോക്കുക, ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഈ യുദ്ധത്തിൻ്റെ മേൽക്കൈ ഞങ്ങളുടെ കൈവശമാണ് എന്ന നിലയിൽ വളരെ അഹങ്കാരത്തോടു കൂടി, വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിരുന്നത്. അതായത്, ഞങ്ങൾ ഇറാനെ ആക്രമിക്കാൻ പോവുകയാണ് എന്നൊരു പ്രഖ്യാപനമാണ്. അതായത്, അമേരിക്കയും ഇസ്രായേലും കൂടിയിരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അതിനുശേഷം ലോകത്തോട് പറയുന്നു, ഞങ്ങൾ അറ്റാക്ക് ചെയ്യുകയാണ്. പൊടുന്നനെ ആക്രമണവും നടന്നു. അതായത്, ലോകരാജ്യങ്ങളോട് ഏതെങ്കിലും തരത്തിലൊരു ചർച്ച നടത്തുകയോ ഗൾഫ് രാജ്യങ്ങളുമായി അതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ നടത്തുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ട്രംപ് ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന സൂചനകൾ വന്നപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ട്രംപിനോട് പറഞ്ഞത്, ഇത് വലിയൊരു മേഖലാ യുദ്ധമായിട്ട് മാറും, ദയവ് ഇത് യുദ്ധം ചെയ്യരുത്, ഞങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിൽ, അതായത് അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കരുത് എന്ന് ട്രംപിനോട് നിരന്തരമായി പറഞ്ഞ് യുദ്ധം ഒഴിവാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് യുദ്ധം ചെയ്യാതെ വേറെ മാർഗമില്ല, അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് ഇറാൻ്റെ എണ്ണശേഖരം കൂടി, വെനസ്വേലയിലെ എണ്ണ പിടിച്ചെടുത്തതുപോലെ ഇറാൻ്റെ എണ്ണശേഖരം കൂടി തങ്ങളുടെ പക്കലേക്ക്, അല്ലെങ്കിൽ തൻ്റെ പക്കലേക്ക് എത്തിച്ച് അതുവഴി വലിയ വ്യവസായ വാണിജ്യ സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു ട്രംപിനുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഇറാൻ്റെ എണ്ണ കയ്യിലേക്ക് വന്നാൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും നിർണായകമായ ഒരു ഓയിൽ ശക്തിയായിട്ട് അമേരിക്ക മാറും, ട്രംപ് മാറും. അത് അറബ് രാജ്യങ്ങളിലൂടെയുള്ള വികസനത്തിലും, അതായത് ട്രംപിൻ്റെ മരുമകൻ അടക്കമുള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളൊക്കെയുള്ള പശ്ചിമേഷ്യയിൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ മാഫിയയ്ക്ക് അതൊക്കെ ഗുണകരമാക്കി മാറ്റുക എന്നതടക്കമുള്ള നിരവധി ലക്ഷ്യങ്ങൾ ട്രംപിനുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് ആ നിലയിൽ ഒരു വലിയ നീക്കമാണ് നടത്തിയത് ഇറാനിലേക്ക്. ഇറാൻ ഒരു ഡയറക്റ്റ് ത്രട്ടല്ല അമേരിക്കയ്ക്ക്. ഏതാണ്ട് 4000-ലധികം കിലോമീറ്റർ ദൂരെയാണ് അമേരിക്കയുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനിൽ നിന്ന് മിസൈലുകൾ ഉണ്ടാക്കി അമേരിക്കയിലേക്ക് അയച്ച് അമേരിക്കയെ തകർക്കുന്ന ഒരു സാഹചര്യമൊന്നും നിലവിലില്ലായിരുന്നു. എന്ന് മാത്രമല്ല, ട്രംപ് അങ്ങോട്ട് കയറി ഇറാനെ ചൊറിയുന്നതല്ലാതെ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായൊരു പ്രകോപനം അമേരിക്കയ്ക്ക് നേരെ അഴിച്ചുവിടുന്നൊരു സാഹചര്യവുമില്ലായിരുന്നു. അമേരിക്ക അവിടെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ഇസ്രായേൽ പറഞ്ഞിട്ടാണ്. നെതന്യാഹുവിൻ്റെ ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നെതന്യാഹുവാണ് ട്രംപിനെ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ആ കൊണ്ടുവന്നതിന് ശേഷം നെതന്യാഹുവിന് പ്രത്യേകിച്ച് ഈ യുദ്ധത്തിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. നെതന്യാഹു ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും വലിയ ചർച്ചകൾ നടക്കുന്നു. നെതന്യാഹു ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ഒക്കെ വന്നു. അത് AI ആണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതെന്തോ ആകട്ടെ, പക്ഷേ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഇറാനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത്, അമേരിക്കയും ഇസ്രായേലിനെയും തന്ത്രപരമായി ഒരു കുഴിയിലേക്ക്, ഒരു കെണിയിലേക്ക് കൊണ്ട് ചാടിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. അതായത്, ഈ യുദ്ധം തുടങ്ങുന്നതിനുള്ള സൂചനകൾ ട്രംപ് നൽകിയപ്പോൾ തന്നെ ട്രംപിനും നെതന്യാഹുവിനും ഒക്കെയുള്ള കുഴി അവിടെ വെട്ടിവെച്ചിട്ടുണ്ട് ഇറാൻ. അതിലേക്ക് അവരെ കൊണ്ടുവന്ന് ചാടിക്കുക എന്ന തന്ത്രപരമായ എഫേർട്ടാണ് ഇറാൻ എടുത്തത്. ആ എഫേർട്ട് ഇപ്പോൾ ഏകദേശം ഫലം കാണുകയാണ്. ട്രംപ് ഒറ്റപ്പെടുകയാണ്. നെതന്യാഹുവിന് പ്രധാനപ്പെട്ട വേദികളിൽ നിന്ന് എന്തായാലും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പഴയതുപോലെ ആക്റ്റീവായി ഭരണസിരാ കേന്ദ്രങ്ങളിലോ യോഗങ്ങളിലോ ഈ യുദ്ധ ക്യാബിനറ്റുകളിലോ വന്നിരിക്കാൻ നെതന്യാഹു തയ്യാറാകുന്നില്ല. നെതന്യാഹു മരിച്ചിട്ടില്ല എന്ന വാദം ശരിവെക്കുകയാണെങ്കിൽ നെതന്യാഹു അത്തരം പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അമേരിക്കയ്ക്ക് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇറാനെ സംബന്ധിച്ചാണെങ്കിൽ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. ഇപ്പോൾ നടക്കുന്ന യുദ്ധവും ഉപരോധവും ഒക്കെ ഇതിനു മുമ്പും ഇറാൻ നേരിട്ടിട്ടുള്ളതാണ്. ഇറാൻ അങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നു എന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം അവർ കാലങ്ങളായിട്ട് അതൊക്കെ അനുഭവിക്കുന്നതാണ്. പക്ഷേ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള പ്രതിരോധം നേരിടേണ്ടി വരുന്നു. കൂടുതൽ അപായക്കെണികൾ മുമ്പിലുണ്ട്. അതിലേക്ക് പോകാതെ നിർവാഹമില്ലാത്ത അവസ്ഥയിലേക്ക് അമേരിക്കയും ഇസ്രായേലും എത്തി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത.
ഈ ഇറാൻ ആണെങ്കിൽ ഇപ്പൊ മാരകമായ ആയുധങ്ങൾ യുദ്ധത്തിന് ഉപയോഗിച്ചു തുടങ്ങി. മറ്റൊന്നുമല്ല, സെജിൽ എന്ന് പറയുന്നത് നമ്മുടെ ചർച്ചകളെല്ലാം ഉള്ളൊരു മിസൈലായിരുന്നു സെജിൽ. അല്ലെങ്കിൽ ആ മിസൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ചിന്തിക്കാനേ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ മിസൈൽ ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇസ്രായേലിൽ നിന്നുള്ള ഒരു വാർത്തകളും അല്ലെങ്കിൽ ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇസ്രായേലിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ പുറം ലോകം അറിയാൻ തുടങ്ങിയിരിക്കുന്നു. അയൺ ഡോമിന് തകർച്ച സംഭവിച്ചിരിക്കുന്നു എന്ന് US ഒഫീഷ്യൽസ് പറഞ്ഞു എന്ന് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നാശമുറപ്പല്ലേ? ഇതിൽ ഈ ഇറാന്റെ തന്ത്രം എന്ന് പറയുന്നത് അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറാൻ എപ്പോഴും സ്വീകരിക്കുന്ന യുദ്ധരംഗങ്ങളിൽ സ്വീകരിക്കുന്ന ഒരു തന്ത്രം ആദ്യഘട്ടത്തിൽ കടുത്ത ആക്രമണങ്ങളിലേക്ക് പോകാറില്ല. ആദ്യഘട്ടങ്ങളിൽ അവരുടെ പഴയ സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങളോ അല്ലെങ്കിൽ വളരെ ചെറിയ തീവ്രതയുള്ള ആയുധങ്ങളോ ഒക്കെ ഒന്ന് ടെസ്റ്റ് ഡോസിന് വേണ്ടി പ്രയോഗിക്കും. അപ്പോൾ ശത്രുക്കൾ ശക്തമായിട്ടുള്ള ആയുധങ്ങൾ തിരിച്ച് പ്രയോഗിക്കും. അങ്ങനെ അവരുടെ പരമാവധി ആയുധങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടത്തി ഒന്ന് തളർന്നിരിക്കുന്ന ഘട്ടത്തിലായിരിക്കും ഇറാൻ അവരുടെ പൂർണ്ണമായ സന്നാഹങ്ങൾ പുറത്തെടുക്കുന്നത്. ഇപ്പോഴും ഇറാൻ പറയുന്നത് ഞങ്ങളുടെ പരിപൂർണമായ ആയുധ ശേഖരമൊന്നും ഞങ്ങൾ പുറത്തു വിട്ടിട്ടില്ല എന്നാണ്. അത് ശരിയാണ്. കാരണം ഇറാൻ്റെ ഭൂമിക്കടിയിലുള്ള മിസൈൽ സിറ്റികൾ ലോകം കണ്ടിട്ടുള്ളതാണ്. അമേരിക്കയുടെയൊക്കെ ഒരു നഗരത്തേക്കാൾ വിസ്തീർണമുള്ള വ്യാപ്തിയുള്ള നെറ്റ്വർക്കുകളാണ് ഭൂമിക്കടിയിൽ ഇറാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ബോംബറുകൾക്കോ ഫൈറ്റർ ജെറ്റുകൾക്കോ മിസൈലുകൾക്കോ ഈ പ്രദേശങ്ങൾ തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആയുധങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം, ഏത് ദിശയിൽ വേണമെങ്കിലും പ്രയോഗിക്കാം, എത്ര കാലം വേണമെങ്കിലും ഭൂമിക്കടിയിൽ സൂക്ഷിച്ചു വെക്കാമെന്നൊരു അഡ്വാൻറ്റേജ് ഇറാനുണ്ട്. ആ അഡ്വാൻറ്റേജാണ് ഇറാൻ ഇപ്പോൾ ആ അഡ്വാൻറ്റേജിൻ്റെ ഗുണമാണ് ഇപ്പോൾ ഇറാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കുക, സെജിൽ ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഇറാൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് മിസൈൽ ശ്രേണികളുണ്ട്. അവർ രക്തസാക്ഷികളുടെ പേരിട്ടിട്ടുള്ള ഓരോ രക്തസാക്ഷികളുടെയും പേരുകൾ ഓരോരോ മിസൈലുകളിൽ ഇട്ടിട്ടാണ് അവർ അത് ഇറക്കുക. അപ്പോൾ അത്തരത്തിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ തുടർച്ചയായി വന്നിട്ടുള്ള ഒരു മിസൈലാണ് ഈ പറയുന്ന സെജിൽ എന്ന് പറയുന്ന മിസൈൽ. ഈ മിസൈൽ എന്ന് പറയുന്നത് 2500 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ടണ്ണിൽ താഴെയാണ്. അതായത് ഇതുവരെ 500 കിലോഗ്രാം 300 കിലോഗ്രാം ഒക്കെയാണ് ബോംബുകൾ ഒരു മിസൈലിൽ വയ്ക്കുക. പക്ഷേ ഇത് ഏതാണ്ട് ഒരു 1-1.5 ടൺ വരെ ഭാരമുള്ള ബോംബുകളുമായിട്ട് ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിയും. അത് പ്രയോഗിച്ചു ഓൾറെഡി ഇസ്രായേലിലേക്ക് എന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നോക്കുക, ഇസ്രായേലിന് അതുണ്ടാക്കുന്ന പ്രഹരം എത്രത്തോളം വലുതായിരിക്കും. ഈ മിസൈലുകൾ തകർത്താലും ഈ വാർഹെഡുകൾ, ഈ പറയുന്ന ബോംബുകൾ കൃത്യമായി ഇസ്രായേലിനുള്ളിലേക്ക് പതിക്കും. അത് ക്ലസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെയുള്ള ബോംബുകളാണെങ്കിൽ അത് ഇസ്രായേലിന് വലിയ നഷ്ടം ഉണ്ടാക്കും എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഖര ഇന്ധന ഏതവസ്ഥയിലും പ്രവർത്തിക്കുന്ന സംവിധാനമാണ് സെജിൽ ബാലിസ്റ്റിക് മിസൈലിലുള്ളത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്ന് മാത്രമല്ല, മുന്നറിയിപ്പില്ലാതെ ലക്ഷ്യസ്ഥാനത്തെത്തി വലിയ പ്രഹരമുണ്ടാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇസ്രായേൽ, സൗദി തുടങ്ങി നിരവധി US സൈനിക താവളങ്ങളിൽ ഉൾപ്പെടെയൊക്കെ ഇറാൻ ഈ ആക്രമണം നടത്താൻ പോകുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് അയൺ ഡോമുകളുടെ ശേഷി നഷ്ടപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമാണ് ഈ അയൺ ഡോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അയൺ ഡോം എന്ന് പറയുന്നത് ശരിക്കും പലരും വിചാരിച്ചിരിക്കുന്നത് ഒരു കവചമാണെന്നാണ്. ഈ ഓസോൺ പാളിയൊക്കെ പോലെ ഇറാൻ്റെ മുകളിൽ ഒരു ലെയർ ഉണ്ട്. ആ ലെയറിൽ തട്ടിയിട്ട് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൻ്റെ എയർ സ്പേസിൽ വെച്ച് തകരുന്നു എന്ന രീതിയിലൊക്കെ പല സുഹൃത്തുക്കളും എന്നോട് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അയൺ ഡോം എന്ന് പറയുന്നത് എന്താണ്? മിസൈലുകളെ തകർക്കുന്ന മറ്റൊരു മിസൈൽ സംവിധാനത്തിന് തന്നെയാണ് ഈ അയൺ ഡോം എന്ന് പറയുന്നത്. അതായത് മിസൈലുകൾ വരുന്നത് സെൻസ് ചെയ്തിട്ട് ആ മിസൈലുകൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് ആകാശത്ത് വെച്ച് തകർത്ത് കളയുന്ന പ്രതിരോധ മിസൈലുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന സിസ്റ്റത്തെ വിളിക്കാം. ഈ പറയുന്ന അയൺ ഡോമിന് വിളിക്കാം. അപ്പോൾ ഈ അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനവും തീരും. അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് 100, 200, 300 ഒക്കെ മിസൈലുകൾ ഇറാൻ ഒന്നിച്ചയക്കുമ്പോൾ അതിനെ മുഴുവനായിട്ട് തകർക്കാനായിട്ടുള്ള ശേഷി അയൺ ഡോമുകൾക്കില്ല. അയൺ ഡോം എന്നല്ല, ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും പരിമിതികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും അധികം മിസൈലുകൾ അകത്തേക്ക് വരുമ്പോൾ അതിനെ മുഴുവൻ പ്രതിരോധിക്കാൻ ഈ അയൺ ഡോമിനോ താഡിനോ ഒന്നും കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഈ മിസൈലുകൾ ഭൂമിയിലേക്ക് വീഴും. അങ്ങനെ വീഴുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇത്രയധികം പേലോഡ് കപ്പാസിറ്റിയുള്ള ഇത്രയധികം ബോംബുകൾ കൊണ്ടുപോകാൻ കഴിയുന്ന 2 ടണ്ണോളം ബോംബുകൾ കൊണ്ടുപോകാൻ കഴിയുന്ന സെജിൽ മിസൈലുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വജ്രായുധം തന്നെയാണ്. അത് ലോകത്തിന് തന്നെ ഞെട്ടലുണ്ടാക്കുന്ന വിധത്തിൽ ഇറാൻ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു മിസൈൽ ശ്രേണിയാണ്. എന്ന് മാത്രമല്ല, ഇത് അതിനിർണായകമായ ഒരു നീക്കം തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാൻ അമേരിക്കയെ കുഴപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന് പണി കൊടുത്തിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കിലാണ്. ഒരു വശത്ത് ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുമ്പോൾ അത് ലോകത്തിന് ഭീഷണിയാണെന്ന് ട്രംപ് പറയുമ്പോൾ
ഇപ്പോൾ ഇറാൻ പറയുന്നു ഇത് ലോകത്തിന് ഭീഷണിയൊന്നുമല്ല, അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ് ഭീഷണി, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകൾ ഞങ്ങൾ തകർക്കും, മറ്റൊരു രാജ്യത്തിനും ഒരു കുഴപ്പമില്ല. അതായത് അമേരിക്കയും ഇസ്രായേലുമായിട്ട് അലയൻസ് ഇല്ലാത്ത ആർക്കും ഇതിലെ പോകാം എന്ന് പറയുമ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒറ്റപ്പെടുകയാണ്. അതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ തന്ത്രം. അതായത് എങ്ങനെയാണോ അമേരിക്ക ഇറാനെ ഒറ്റപ്പെടുത്തിയത്, ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ വലിയ തോതിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട്, അതായത് എണ്ണ അമേരിക്കയ്ക്ക് ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടാക്കുക, അമേരിക്കൻ ഡോളറിൽ വിനിമയം നടക്കാത്ത സാഹചര്യം ഉണ്ടാക്കുക, അമേരിക്കയെ മറ്റ് രാജ്യങ്ങൾ തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടാക്കുക, അമേരിക്കയാണ് കുറ്റക്കാർ എന്ന് ലോകം തിരിച്ചറിഞ്ഞ് അമേരിക്കയ്ക്കെതിരെ ഒരു വലിയ നീക്കം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. അതിന് ഇറാൻ വിജയിക്കുകയും ചെയ്തു. കാരണം അമേരിക്ക ലോകത്തിൻ്റെ പിന്തുണയും സഹായവും തേടി ഇറാനെ ആക്രമിക്കാൻ. ഹോർമുസ് കടലെടുക്ക് തുറക്കാത്ത ഇറാൻ്റെ നടപടിക്കെതിരെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് ചൈനയോട് പറഞ്ഞു, നാറ്റോ രാജ്യങ്ങളോട് പറഞ്ഞു, മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളോട് പറഞ്ഞു. ഇന്ത്യ എന്തായാലും ആ കൂട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. ഇറാനെതിരെ ആക്രമിക്കാൻ ഇന്ത്യ തയ്യാറല്ല. ഇന്ത്യ നിലപാട് വ്യക്തമാക്കി, ചൈനയും നിലപാട് വ്യക്തമാക്കി. ബ്രിട്ടൻ എന്ന് പറയുന്ന ഇറാൻ്റെ ഏറ്റവും അടുത്ത നാറ്റോ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം, അവരും പറഞ്ഞു ഇപ്പോഴൊരു യുദ്ധത്തിലേക്ക് ഞങ്ങളില്ല എന്ന്. അപ്പോൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച അമേരിക്കയെ ലോകത്തിന് മുന്നിൽ വെറുപ്പിക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ അമേരിക്ക ഒറ്റപ്പെടുന്ന നിലയിലേക്കുള്ള കരുനീക്കങ്ങളാണ് ഇപ്പോൾ ഇറാൻ നടത്തിയത്. അതിൽ ഇറാൻ വിജയിച്ചു. ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ പോലും ഇറാനെതിരെ രംഗത്ത് വരുമെന്ന് കരുതി അമേരിക്കയ്ക്ക് തിരിച്ചടിച്ചു. അത് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോട് യുദ്ധം നിർത്താൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില കൊടുക്കുകയാണ് ലോകം. കാരണം ഈ പറയുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ ഭാവിയിൽ ഞങ്ങൾക്കും അത് ഭീഷണിയാണ്, ഇറാൻ ഞങ്ങളെയും ആക്രമിക്കുന്ന കൃത്യമായ ബോധ്യം അവിടെയുണ്ട്, അറബ് രാജ്യങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പൂട്ടിക്കോളൂ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഈ പരിപാടി അവസാനിപ്പിക്കുക, യുദ്ധം നിർത്താം എന്ന നിലയിലേക്ക് ഇറാൻ പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇറാൻ്റെ പരമാധികാരം അംഗീകരിച്ച് ഇറാനിൽ നിന്ന് നിങ്ങൾ ഇറാൻ്റെ ഇഷ്ടത്തിന് വിട്ടാൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിയാൽ ഞങ്ങൾ ഈ യുദ്ധം നിർത്താമെന്ന് അമേരിക്കയോട് ഇറാൻ പറയുകയാണ്. ന്യായമായ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇറാൻ പറയുന്നത് ലോകത്തിന് കണ്ണിൽ നോക്കിയാൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ അതുപോലെ സെമഫോർ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ്, ഇസ്രായേലിന്റെ തകർച്ചയാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റാരുമല്ല, US ഒഫീഷ്യൽസ് തന്നെയാണ് ഇത് പറഞ്ഞത്. ഇസ്രായേലിന്റെ ഇന്റർസെപ്റ്ററുകൾക്കൊക്കെ വലിയ ക്ഷാമം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തിരിച്ചടിക്കാൻ പറ്റാത്ത ഒരു ഇസ്രായേൽ, അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ കഴിവില്ലാത്തൊരു ഇസ്രായേലായി മാറുമോ? അതിനുള്ള സാധ്യതകളേറെയാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അങ്ങനെ ഒരു പ്രസ്താവന ഇറാൻ നടത്തണമെങ്കിൽ അതിൻ്റെ ഡെപ്ത് എന്താണ്? അങ്ങനെ ഒരു പ്രസ്താവന ഇറാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇസ്രായേൽ വിട്ടിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വേറെ കൊണ്ട് പോകാൻ കഴിയില്ല, യുദ്ധം നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭൂപരിധിക്കുള്ളിൽ നെതന്യാഹു ഉണ്ട് എന്ന വിവരം ഇറാൻ ലഭിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ ഇൻ്റലിജൻസും റഷ്യയുടെ സഹായവും ചൈനയുടെ സഹായവും ഒക്കെ പല രീതിയിൽ കിട്ടുന്ന ഇറാനെ സംബന്ധിച്ച് ഒരു ഇൻ്റലിജൻസ് നെറ്റ്വർക്കിലൂടെ ഓപ്പറേറ്റ് ചെയ്ത് നെതന്യാഹുവിനെ ടാർഗറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വേണമെങ്കിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. നെതന്യാഹു ദൈവത്തിൻ്റെ പ്രതിപുരുഷനൊന്നും അല്ലല്ലോ, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ. അതും ഇസ്രായേൽ പോലെ ഒരു രാജ്യത്തിൻ്റെ 10-60,000 സാധാരണക്കാരെ പലസ്തീനിൽ കൊന്നു തള്ളിയ, 10-40,000 കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വംശഹത്യയ്ക്ക് വിധേയമാക്കിയ ക്രൂരമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയല്ലേ, പുണ്യവാളനൊന്നും അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടും എന്ന നിലയിൽ ചർച്ചകൾ നടക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാനും മാത്രം മണ്ടത്തരം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് എന്താ പറയുക, തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. അല്ലെങ്കിൽ നെതന്യാഹുവിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് പുച്ഛിച്ച് തള്ളേണ്ട ഒരു സാധനമല്ല. കാരണം ഇസ്രായേലിനുള്ളിലേക്ക് ഒരു ആക്രമണവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കുമല്ലോ ഇസ്രായേൽ സ്വാഭാവികമായിട്ട് യുദ്ധത്തിൽ ഇറങ്ങുക. ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുക, അവർ യുദ്ധം ചെയ്തത് മുഴുവൻ സേഫ് സോണിൽ കിടന്നിട്ടാണ്. പാവപ്പെട്ട ജനങ്ങളുടെ മേലെ ബോംബിടുക, നിരായുധരായ ജനങ്ങളെ പട്ടാളത്തെ ഇറക്കി വെടിവെച്ച് കൊല്ലുക, ഇമാതിരി പരിപാടികൾ മാത്രം ആ പാവപ്പെട്ട ഗസയിലെ ജനങ്ങൾക്ക് നേരെ ഇതൊക്കെ ചെയ്യലാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇപ്പം ലെബനനിലെ സാധാരണക്കാരെ കൊല്ലുക, കൃഷിയിടങ്ങൾ ആക്രമിക്കുക, അവിടുത്തെ ഭൂമികൾ പിടിച്ചെടുക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ലൈൻ. അല്ലാതെ നേർക്ക് നേരെ ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഇറങ്ങുന്നത് ഒരു പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും. അതും അമേരിക്കയുടെ പിന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അടിച്ച ചരിത്രം എവിടെയും ഇസ്രായേലിനില്ല. അവരെപ്പോഴും പേടിത്തൊണ്ടന്മാരാണ്, പേടിത്തൂറികളാണ്. ഇവരെപ്പോഴും എന്ത് വന്നാലും അമേരിക്കയുടെ കാല് പിടിക്കും. അമേരിക്കയുടെ ഒരു ഷീൽഡ് ഇല്ലാതെ ഒരു ചുക്കും ചെയ്തിട്ടില്ല ഈ ലോകത്ത് ഇസ്രായേൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഗതികെട്ട രാജ്യം അല്ലെങ്കിൽ ആ ഗതികെട്ട ഭരണകൂടം ഈ വിധത്തിൽ ട്രംപിന് നേരെ അല്ലെങ്കിൽ ട്രംപിനെ കൂട്ടിക്കൊണ്ട് ഇറാന് നേരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക, തിണ്ണമെടുക്കെന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾക്ക് അമേരിക്കയുണ്ട്, അതുകൊണ്ടൊരു കുഴപ്പമുണ്ടാവില്ല, ഞങ്ങളാണ് എല്ലാം തീരുമാനിക്കുക എന്നൊക്കെയുള്ള ഒരു അഹങ്കാരം സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഭരണകൂടത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്താ സംഭവിച്ചത്? ഇവിടെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ മാറുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റാണ്.
ട്രംപിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിന് നേരെ ഇറാന് ആക്രമണം നടത്താൻ സാധിക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ ഒഫീഷ്യൽസ് പറയുന്നതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അഞ്ജന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ പോവുകയാണ്. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശോഷിക്കുന്നു അല്ലെങ്കിൽ കുറയുന്നു, വ്യോമ പ്രതിരോധത്തിന് മാർഗമില്ലാതാകുന്നു, അവരുടെ ആയുധപ്പുര ശുഷ്കമാകുന്നു. ശരിയാണ്, അതുണ്ടാവും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒരു വിവരങ്ങളും പുറത്തു വിടാത്ത ഒരു സാഹചര്യമായിരുന്നു. അവിടുന്ന് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പുറം ലോകം അറിയുന്നു എന്ന് പറയാം. അപ്പം ശരിക്കും കാര്യമായി ഇസ്രായേലിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ പറയാം അല്ലേ? ഇതിലിപ്പോ ഇസ്രായേൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പുറം ലോകം അറിയുന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം ഇസ്രായേൽ കൃത്യമായ സെൻസർഷിപ്പ് ഉണ്ട്, ഇസ്രായേൽ കൃത്യമായ നടപടികൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ വരുന്ന വിഷ്വൽസ് എന്നൊക്കെ പറയുന്നത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് പുറത്തുള്ള പ്രദേശങ്ങളാണ്. അതായത് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളോ മൊസാദിന്റെ കേന്ദ്രങ്ങളോ ഇസ്രായേലിന്റെ നഗരങ്ങൾക്കുള്ളിലുള്ള സ്ഥലങ്ങളോ നഗരങ്ങൾക്കുള്ളിൽ തകർന്ന കെട്ടിടങ്ങൾ എന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളൊന്നുമില്ല. എല്ലാം ഇസ്രായേലിന്റെ ഔട്ട്സ്കേർട്സിലുള്ള സ്ഥലങ്ങളാണ്. അതായത് നഗരങ്ങളിൽ നിന്നും തന്ത്രപ്രധാന ഭാഗങ്ങളിൽ നിന്നും മാറി എവിടേക്കോ കുറേ സ്ഫോടനങ്ങൾ നടക്കുന്നു, കുറേ വീടുകൾ തകരുന്നു, കുറേ കാറുകൾ തകരുന്നു. അതിൻ്റെയൊക്കെ വിഷ്വൽസേ ഇപ്പോൾ പുറത്തു വരുന്നുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ്, ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ ടെല്ലവീവ് നഗര ഹൃദയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച് ഒരു വിവരവുമില്ല. അപ്പോൾ ഇതിനിടയിൽ ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു വീഡിയോ അന്താരാഷ്ട്ര തലത്തിൽ വൈറലായത്, നെതന്യാഹു താമസിക്കുന്നിടം അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കെട്ടിടം കാണിച്ചിട്ട് അത് മുഴുവൻ തകർന്ന് കിടക്കുന്നതിന് ഒരു വീഡിയോ ഒരാൾ പുറത്തു വിട്ടു. അയാളെ പിന്നീട് അറസ്റ്റ് ചെയ്തതെന്നും നടപടികൾക്ക് വിധേയനാക്കിയെന്നും കേൾക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നൊരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ കുറച്ചാൾ മുമ്പ് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ എന്തായിരുന്നു? ഇസ്രായേൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ബങ്കറിൽ പോലും ആളുകൾ മരിക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങൾ അവിടെയുണ്ട്, പക്ഷേ ഇതൊന്നും പുറത്തുവിടാൻ സമ്മതിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഇസ്രായേലിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എങ്കിലും ഇസ്രായേലിനുള്ളിൽ സംഭവിക്കുന്ന അത്ര ഗുണകരമായ കാര്യങ്ങളല്ല എന്നുള്ളതിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. കാരണം അങ്ങനെയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തിനാണ് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നത്? അവിടെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ വിഷ്വൽ പുറത്തുവിടുന്നതിൽ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇസ്രായേലിൽ ഒരു കുഴപ്പങ്ങളുമില്ല, ഒരു പ്രശ്നവുമില്ല, ഇസ്രായേലിന് നേരെ ആക്രമണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഇസ്രായേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പുറത്തറിയാൻ പാടില്ലാത്ത ഇസ്രായേലിനെ പുറത്തറിഞ്ഞാൽ നാണക്കേടുണ്ടാക്കുന്ന, ദോഷമുണ്ടാക്കുന്ന എന്തൊക്കെയോ അവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് അവ്യക്തമാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഇസ്രായേലിനായാലും ഏത് രാജ്യത്തിനായാലും ഒരു പരിധിയിൽ കൂടുതൽ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നേ. ഇതിപ്പോൾ എത്ര നാളായി, 2.5 വർഷം ഹമാസുമായി യുദ്ധം ചെയ്ത് ഇസ്രായേൽ. അന്ന് ഇസ്രായേലിന് ഉള്ളിലേക്ക് ആക്രമണങ്ങൾ കുറവായിരുന്നുവെങ്കിലും ഇസ്രായേലിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത്, അതായത് പ്രതിരോധ സംവിധാനങ്ങൾ ചോരുന്നുണ്ടായിരുന്നു. ജൂണിൽ ഇറാനുമായി ആക്രമണം നടത്തി 12 ദിവസം കൊണ്ട് ഇറാൻ വെള്ളം കുടിപ്പിച്ച് ഇസ്രായേലിന്. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ട് ഇത്രയും ദിവസം 16 ദിവസമായി സ്വാഭാവികമായിട്ടും നിരന്തരമായി പ്രതിരോധവും അല്ലെങ്കിൽ ഈ പറയുന്ന മിസൈലുകളെ തടയുകയൊക്കെ ചെയ്യുമ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തളരും അല്ലെങ്കിൽ അതിന് എണ്ണം കുറയും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് റിസ്ക് ഫാക്ടർ കൂടും. അപ്പോൾ അതിലേക്കൊക്കെ ഇസ്രായേലിനെയും അമേരിക്കയും എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇറാൻ്റെ യുദ്ധതന്ത്രം എന്ന് തോന്നുന്നു. അതായത് ഇറാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഈ യുദ്ധം ഞങ്ങൾ തുടങ്ങില്ല, നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്കൊട്ട് തീർക്കാനും പറ്റില്ല, പിന്നെ ഞങ്ങളെ തീരുമാനിക്കൂ എന്ന് മാത്രമല്ല 6 മാസം വരെ യുദ്ധം ചെയ്യാനുള്ള എല്ലാ സന്നാഹങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇറാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷെ അമേരിക്കയും ഇസ്രായേലും പൊട്ടും തന്നെ ദേ പോയി വന്നു എന്ന മട്ടിൽ യുദ്ധം അവസാനിപ്പിക്കുക. ശരിക്കും 1900 ഖാംനെയും 1048 ഉന്നതരും മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇസ്രായേലിനും കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം ഈ രാജ്യം പിടിച്ചടക്കുന്നത്, വേറെ ഏത് രാജ്യമാണെങ്കിലും ഉന്നതരായിട്ടുള്ള അത്രയും ഭരണാധികാരികളും പരമോന്നത നേതാവും കൊല്ലപ്പെട്ടാൽ ആ രാജ്യം കീഴടക്കുക എളുപ്പമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എന്ന് പറയാവുന്ന ഭരണകൂടത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. മസൂദ് പെഷഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും ഒക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ആ ഭരണകൂടത്തിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അതിനേക്കാൾ സുപ്രീം ലീഡറാണ് കൊല്ലപ്പെട്ടത്. അവരുടെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. IRGCയുടെ പല തലവന്മാരും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായിട്ടും വേറെ ഏതെങ്കിലും രാജ്യമാണെങ്കിൽ അവിടെ തീരേണ്ടതാണ്. അതായിരുന്നു അമേരിക്ക ഇസ്രായേലും കണക്കുകൂട്ടിയത്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലിനൊക്കെ വിരുദ്ധമായിട്ട്, അതിനൊക്കെ വിഭിന്നമായിട്ട് വലിയ തോതിലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇവർക്കുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കൂടുതൽ മിസൈലുകളും സന്നാഹങ്ങളും യുദ്ധതന്ത്രങ്ങളും യുദ്ധരീതികളും ഒക്കെ ആയിട്ട് ഇറാൻ കൂടുതൽ ശക്തമായി ആർജിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യം വർദ്ധിക്കും തോറും അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ തലവേദനയും തിരിച്ചടികളും തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്ക് ആരുടെയും പിന്തുണയില്ല, അവരൊറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. നാറ്റോ സഖ്യത്തിലെ അംഗങ്ങൾ പോലും അമേരിക്കയ്ക്കൊപ്പം നിരുപാധികം നിൽക്കുന്നില്ല, ഇസ്രായേലിനൊപ്പം നിൽക്കുന്നില്ല. സ്വാഭാവികമായിട്ടും വലിയ തിരിച്ചടിയിലേക്ക്, വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക്, അവരുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ പോലും അതിനെക്കുറിച്ച് പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അത് തീർന്നു എന്ന മട്ടിലേക്കൊക്കെ ഇറാൻ ചർച്ചകൾ പോകുമ്പോൾ ഇറാൻ്റെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.